ഇതൊരു വീടാണ്. വീടെന്നതിനെ വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷെ ഇവിടെ 2 ജീവനുകൾ കഴിയുന്നുണ്ട്. അമ്മയ്ക്ക് ഇത്തിരി വയ്യാത്ത പോലെ 9 വരെ പഠിച്ചു. പിന്നെ 10ാം ക്ലാസ് പാസ്സായതും ഒരു 10 ദിവസം പോയി. പിന്നെ പൈസേൻ്റെ കുറവായി. പിന്നെ അങ്ങനെ പഠിപ്പം നിർത്തി അങ്ങനെ പണിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഇവരിൻ്റെ അവസ്ഥകൾ പറയുമ്പോൾ അതാ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർക്ക് നമ്മളിവിടെ ഗ്രാമസഭകളിലൊക്കെ പോയി പറഞ്ഞതാണ്. 3 വർഷമായി ഇവർക്കൊരു പെരയുണ്ടായിരുന്നു, ഒരു ഓടിട്ട ചെറിയൊരു പെര, അത് വീണു. 3 വർഷമായി. അന്ന് വന്നിട്ട് ഇവരിൻ്റെ ആങ്ങളമാർ ചെറിയൊരു പെര കെട്ടി ഇട്ട് കൊടുത്താണ് ഇപ്പോൾ ആ കാണുന്ന ഷീറ്റ് ഇട്ട ഒരു പെര. ഇപ്പോൾ അവിടെ മഴ പെയ്താൽ ഇരിക്കാൻ പറ്റില്ല. പാമ്പും പഴുതാരുകളും പോണ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവൻ്റെ ഭയങ്കര മോശം, പരിതാപകരമായ മോശമാണ്. ഫസ്റ്റ് ഷീറ്റ് ഇട്ടപ്പോൾ അത്ര ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഷീറ്റൊക്കെ പൊളിഞ്ഞതും ഇവിടെ കടന്നതും അതിനെ ഒറ്റാൻ തുടങ്ങി എല്ലാവിടെയും. ഈ വീട് നല്ല രീതിയിൽ ഇരുന്ന സമയത്ത് നല്ല വീട്ടു ജോലിക്ക് പോയിട്ട് നല്ല ജീവിച്ച ആളിനെയായിരുന്നു. പക്ഷേ വീടും കൂടി ഇങ്ങനെയായി, ആരും ഇല്ല, എല്ലാവരും കൈവിട്ട അവസ്ഥയായപ്പോഴാണ് മാനസിക നില വളരെ മോശമായി. ഈ രീതിക്ക് ഇപ്പോൾ റോഡിൽ കിടക്കുക, ഡെയിലി ഇത് കൂടെ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം തന്നെയാണ്. 2 പേർക്ക് ശ്വാസം വിടാൻ പോലും കഴിയില്ല ഈ വീടിനുള്ളിൽ. പക്ഷേ 2 ജീവനുകൾ ഇവിടെ താമസിക്കുന്നു. രാധികയ്ക്കും മിഥുനും പോകാൻ മറ്റിടമില്ല. അടർന്നു മാറിയ വാതിൽ വീടിനു സമീപമുണ്ട്. പകുതി പൊളിഞ്ഞതാണ് മേൽക്കൂര. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ചുമരുകൾ. നേരെ പഞ്ചായത്തിൽ നിന്ന് എല്ലാ അധികൃതരും ഇവിടെ വന്ന് അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ പോയി അവർക്കൊരു വീടും കിടക്കാനൊരു വീടും ഒരു കട്ടിലും കൊടുക്കാ പറഞ്ഞ് ഏറ്റിട്ടാണ്. ഇതേപോലെ വേറെ എവിടെയും പോയിട്ട് അതും ഏറ്റതായിരുന്നു. ഇപ്പം 3 മാസം കഴിഞ്ഞ് 5 മാസമായി. 5 മാസമായിട്ട് ഇന്നേ വരെയായിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി കൃത്യമായ രേഖകൾ ഇവർക്കുണ്ടാകണമെന്നില്ല. പക്ഷേ ഇവരും മനുഷ്യരാണ്, ഭൂമിയുടെ അവകാശികൾ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിൾ നമുക്കൊപ്പം ഉണ്ട്. ഗൂഗിളെ ഇപ്പോൾ 17 വയസ്സുള്ള മിഥുൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്നു. ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവന് ഭക്ഷണം കഴിക്കാനുള്ള വക കണ്ടെത്തുന്നു എന്നല്ലേ ഉള്ളൂ. ആ വയസ്സിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ നാട്ടുകാരും പറയുന്നു ഒരു വേണ്ട ഇടപെടലൊന്നും ഉണ്ടാവില്ല. ഒരു കുഞ്ഞ് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം അവിടുത്തെ തദ്ദേശ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ ഒന്നും തോന്നിയില്ല ഇതുവരെ. കഴിഞ്ഞ ദിവസം ആ വീട്ടിലേക്ക് പോയപ്പോൾ മുതൽ വല്ലാത്തൊരു വിഷമമാണ് ഉണ്ടായത്. ഈ സ്റ്റോറിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ഈ തൊട്ടടുത്തുള്ള പരിസരത്തൊക്കെ തന്നെ ഇങ്ങനെയും ചിലർ താമസിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. രാധികയ്ക്ക് മാനസികമായ പ്രശ്നമുണ്ട്. മകൻ മിഥുൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 17 വയസ്സായ കുട്ടിക്ക് ഇപ്പോഴും ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഈ കളിച്ച് തിരിച്ച് നടക്കേണ്ട പ്രായമാണ്. ഈ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെ ജീവിക്കുന്നൊരു പാവപ്പെട്ട എന്ന് അതിദരിദ്രൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിലും കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യമാണ്. ആ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ, അത് ഓല കൊണ്ട് കെട്ടിയതാണ്. അത് തന്നെ പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിൽ, നല്ലൊരു ചുമരുകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കുടുംബത്തിന് ഇവിടെ താമസിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അവിടേക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോഴും നമ്മുടെ ഈ പരിസരത്ത് നമ്മളൊക്കെ എത്ര പുരോഗമിച്ച് മാറി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഇങ്ങനെയും കുറേ പേരുണ്ടല്ലോ, ആരും നോക്കാനില്ലാതെ അല്ലെങ്കിൽ ഈ രീതിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാരെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. മിഥുൻ പറയുകയാണ്, അവൻ താമസിക്കാറ് അല്ലെങ്കിൽ കിടക്കാറ് വീടിൻ്റെ ഉള്ളിലല്ല, മറിച്ച് പുറത്താണ്. ഉള്ളിനേക്കാൾ നല്ലത് പുറത്താണ്. കാരണം ഉള്ളിൽ ഈ പാമ്പും പഴുതാര അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ വല്ലാത്തൊരു വിഷമം ഉള്ളിലുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഒക്കെ നൽകുമ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പറൊക്കെ നൽകും. കഴിയാവുന്ന സഹായങ്ങൾ അവർ ആരെങ്കിലുമൊക്കെ അവർക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ. പക്ഷേ ഇവർക്ക് അങ്ങനെ നൽകാൻ ഒരു അക്കൗണ്ട് നമ്പർ പോലും ഇല്ല. കാരണം കൃത്യമായ രേഖകളൊന്നും അവർക്ക് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ് അവരോട് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ കൃത്യമായി ഉള്ള ഈ അക്കൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ആ സഹായങ്ങൾ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലേക്കോ സഹായങ്ങൾ കൃത്യമായി അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ അതിനെ തടസ്സം വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഇടയിലും ഇങ്ങനെ അതിദരിദ്രരെന്ന് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞതായാലും അതിദരിദ്രൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെന്നറിയാം. പക്ഷേ അത് അങ്ങനെ പറയാൻ കഴിയാത്ത നടപടിക്രമങ്ങളൊക്കെ പാലിക്കാൻ ചിലപ്പോൾ രേഖകളൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ അതില്ലാത്തൊരു മനുഷ്യരാണല്ലോ, നമ്മുടെ ഒപ്പം ഉള്ളവരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ നാട്ടുകാരും തദ്ദേശ സ്ഥാപനമൊക്കെ ചേർന്ന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും